ഇപ്പം ഈ പ്രാവശ്യത്തെ IFFK എന്താ പറയുക വളരെ വൈബ്രന്റും ഭയങ്കര കളർഫുള്ളും ആണ്. ആസ് യൂഷ്വൽ തന്നെ IFFK സ്റ്റാർട്ടിങ് ഡേ 1 തൊട്ട് ഇപ്പം ഡേ 4 ആയി ഐ ഗസ്. അപ്പം എല്ലാ ദിവസവും ഞാൻ കണ്ടിന്യൂസ്ലി വരുന്നുണ്ട്. മാക്സിമം മൂവീസ് കാണാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് കുറച്ച് സ്റ്റോൾസും പരിപാടികളൊക്കെ ഇപ്പം ഈ പ്രാവശ്യം ഉണ്ട്. അപ്പൊ സോ അതിന്റെയൊക്കെ പിന്നിൽ കുറച്ച് ഇങ്ങനെ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ബട്ട് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേര്, അതായത് ഇപ്പം നമ്മുടെ മൂവി ഇൻ ആൻഡ് ഔട്ട്, ലൈക്ക് ഇപ്പം ഡയറക്ടേഴ്സ് ആണെങ്കിലും കോ ആക്ടേഴ്സ് ആണെങ്കിലും പിന്നെ അതല്ലാതെ വേറെ ടെക്നിക്കൽ സൈഡുള്ള ആൾക്കാരാണെങ്കിലും ഒരുപാട് പേരെയൊക്കെ കാണാനും എല്ലാവരോടും സംസാരിക്കാനും ഒക്കെ കഴിയുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്. And I'm actually very happy. Yeah. അങ്ങനെ ഒരു എണ്ണം പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 3 to 4 years ആയിട്ട് വരുന്നുണ്ട് ഇൻ ടോട്ടൽ. എത്ര പ്രാവശ്യം അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. അതെ അതെ അതെ, സുഹൃത്ത് ബന്ധങ്ങൾ ഒരുപാടധികം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് കണ്ട് നമ്മള് ഓക്കെ പിന്നെ കാണാമെന്ന് പറഞ്ഞ് വിടുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് ആക്ച്വലി IFFK വരുമ്പോ പിന്നെയും എല്ലാരെയും മീറ്റപ്പ് ചെയ്യും, പിന്നെയും ഓർമ്മകൾ പുതുക്കും, പുതിയ പുതിയ പ്രോജക്ട്സിന്റെ ഡിസ്കഷൻസ് നടക്കും. ഇപ്പം ആക്ച്വലി തിയേറ്റേഴ്സിൽ റിലീസാകുന്ന പടങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. അപ്പം അതൊരു ഫൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇതിലേക്ക് വിളിച്ചിട്ട് ഇതാ നമ്മുടെ എന്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, ഷോയിലേക്ക് വിളിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കുറച്ച് പ്രോജക്ട്സും പരിപാടികളായിട്ടൊക്കെ തിരക്കായിട്ട് അങ്ങനെ. നാട് ട്രിവാൻഡ്രമാണ്. പുതിയ സീരിയൽ ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ആസ് ഫാർ ആസ് നൗ. ഇപ്പൊ ഒരു പടം കഴിഞ്ഞു, അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. മലയാള സിനിമയാണ്. അത്യാവശ്യം ലീഡായിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു കൊമേഴ്ഷ്യൽ പടം തന്നെയാണ്. കൊമേഴ്ഷ്യൽ എലമെന്റ് ആണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മൂവിയാണ്. ഫൺ മൂവിയാണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വഴി അറിയിക്കാം. അതെ, അഭിനയം ഞാൻ പിന്നെ ഡയറക്ഷൻ ആണ് പഠിച്ചത്. സോ ഹോപ്പ്ഫുള്ളി ഇൻകമ്മിങ് ഫ്യൂച്ചർ ടൈമിൽ ഞാൻ ചിലപ്പോ മൂവി അങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇല്ല, എനിക്ക് ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ഈ 2-3 ദിവസമായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇനി നാളെ മുതൽ ഞാൻ എല്ലാം റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ തൊട്ട് പടങ്ങൾ കാണും ഹോപ്പ്ഫുള്ളി. ഏതാ ലിസ്റ്റ് കുറച്ച് പടങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാരേജിനെ കുറിച്ച് ഞാൻ ഇന്നുവരെയും ചിന്തിച്ചിട്ടില്ല. അതിന്റെ ടൈം ആണ് ഇപ്പൊ ആക്ച്വലി. ബട്ട് എനിക്ക് അങ്ങനെ ഒരു കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ചിട്ട് ചിലപ്പം അറേഞ്ച്ഡ് ആവാം, ചിലപ്പം ലവ് മാരേജ് ആവാം. ഡിപ്പെൻസ്. ആരെങ്കിലും കണ്ടുവെച്ചിട്ടുണ്ടോ? നമ്മൾ ഈ കണ്ടുവെക്കുന്ന ആൾക്കാരൊക്കെ കല്യാണം കഴിക്കണം എന്നില്ലല്ലോ. സോ അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ സങ്കല്പമൊക്കെ ചോദിച്ചാല് നമ്മുടെ ഈ ലൈക്സും ഉണ്ടാവുമല്ലോ. നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതുമായിട്ടൊക്കെ കമ്പാറ്റബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ വന്നാൽ ഐ വിൽ. യെസ്, അതെ അതെ, നമ്മുടെ വൈബ്, നമ്മുടെ ഇഷ്ടങ്ങൾ, ബേസിക്കലി സിനിമ എന്ന് പറയുന്നതാണ് നമ്മുടെ ലോകം. അപ്പം എനിക്ക് കൂടുതലും കമ്പാറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ അത്രയും എന്താ പറയാ, അത്രയും നല്ലതായിരിക്കും എന്നാണ് തോന്നിയിട്ടുള്ളത്. Yes.